ഒരു ദർശനത്തിന് ഓരോ കണക്കുകളുണ്ട്. ഇപ്പം വടക്ക് ദർശനം ഒരു പെര വെക്കുവാണെങ്കിൽ അത് സിംഹയോനി പെട്ട ഒരു കണക്കിലായിരിക്കണം ചെയ്യേണ്ടത്. കിഴക്ക് ദർശനം ആകുമ്പോൾ അത് വൃഷഭയോനി എന്ന് പറയുന്ന ഒരു കണക്കിലായിരിക്കണം. തെക്കോട്ടാണ് ദർശനം വരുന്നതെങ്കിൽ അത് ഗജയോനിപ്പെട്ട ഒരു കണക്കായിരിക്കണം. പടിഞ്ഞാറ് ദർശനമാണെന്നുണ്ടെങ്കിൽ അത് ധ്വജയോനിപ്പെട്ട ഒരു കണക്കായിരിക്കണം. ഇപ്പം നമ്മൾ ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർണ്ണ നിരൂപണമുണ്ട്. അതിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ 4 ഭാഗങ്ങൾ വരുന്നത് പടിഞ്ഞാറ് ദർശനം വരുന്ന കണക്ക്, അതായത് ധ്വജയോനിപ്പെട്ട കണക്കുകൾ ബ്രാഹ്മണ ഗണത്തിൽപ്പെടുന്ന കണക്കായതുകൊണ്ട് 4 ദിക്കിലേക്കും അത് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. മറ്റുള്ള കണക്കിൽ അങ്ങനെ പറയുന്നില്ല. സിംഹയോനിപ്പെട്ട കണക്കിനും പടിഞ്ഞാറ് ദർശനത്തിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതിന് ഗ്രഹപ്രമാണം അനുസരിച്ച് അതിൻ്റെ ഒരു പ്രമാണം ഉണ്ടായിരുന്നു. കിഴക്കിനിക്ക് ധ്വജവും ദക്ഷിണേ ധ്വജ സിംഹവും എന്നും പറഞ്ഞിട്ട് പ്രമാണമുണ്ട്. ആ പ്രമാണം അനുസരിച്ചാണ് അത് വരുന്നത്. അപ്പം നമ്മൾ തെക്ക് ദർശനം ഇപ്പം പടിഞ്ഞാറ് ദർശനത്തിൽ ഒരു കണക്കെടുക്കുന്ന വിചാരിച്ചോ, അത് ധ്വജയോനിപ്പെട്ട കണക്കായിരിക്കണം. അതിന് ഇത്ര കോലളവെന്നുണ്ട്. ഇത്ര കോലളവുമ്പോഴത്തേക്ക് ചുമ്മാതെ 43 കോലാകുമ്പോഴത്തേക്ക് ഒരു 4 കോൽ അങ്ങോട്ടും വെച്ച് ബാക്കിയുള്ള കോൽ അങ്ങോട്ടും, അങ്ങനല്ല കണക്കെടുക്കണം. ഇതിന് കൃത്യാംശമുണ്ട്. ആ കൃത്യാംശം ഇത്ര കോൽ വീതി, അതായത് ഒത്ത വണ്ണമുള്ള ഒത്ത നീളമുള്ളൊരു മനുഷ്യൻ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ നല്ല നീളമുള്ളൊരു മനുഷ്യന് തീരെ വണ്ണം കുറച്ച് കൊടുത്താൽ ഉള്ള വൃത്തികേട്, പൊക്കം കുറഞ്ഞ ഒരാളിന് ശരിക്ക് വണ്ണം കൊടുത്താലുള്ള ആ ഒരു വൃത്തികേട് തന്നെയല്ല, അത് സ്വാഭാവികമായിട്ട് അവൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുന്നതിന് ഇതിനകത്ത് ഈ കൃത്യാംശം എന്നും പറയുന്ന സംഭവം ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇത്ര കോൽ വീതിയാണെങ്കിൽ ഇത്ര കോൽ നീളവേ ആകാവൂ. ആ പ്രമാണം അനുസരിച്ച് ആ കൃത്യാംശം വെച്ചിട്ട് നമ്മൾ കോലളവിന് കൊടുക്കും. അതിന് ഗൃഹത്തിൻ്റെ ഉള്ളളവും കിച്ചൻ്റെ ഉള്ളളവും അങ്ങനെ ഈ വരേണ്ട ബാത്റൂമിൻ്റെ സ്റ്റെയർ വരേണ്ട സ്ഥലങ്ങളും അങ്ങനെ എല്ലാം കണക്കായി കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ 9.88 നീളവും 8 മീറ്റർ വീതിയും എന്ന് പറയുന്നത്, 9 മീറ്റർ 88 സെൻറ്റിമീറ്റർ നീളവും 8 മീറ്റർ വീതി എന്ന് പറയുമ്പോൾ 49 കോൽ എന്ന് പറയുന്ന കണക്കാണ്. ഇല്ലെങ്കിൽ പിന്നെ 6 മീറ്റർ 29 സെൻറ്റിമീറ്റർ വീതിയും 9 മീറ്റർ 40 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ നീളമുള്ള 43 കോലിൻ്റെ പടിഞ്ഞാറ് ദർശനത്തിൻ്റെ കണക്കാണ്. ഇതിൽ നിന്ന് സെറ്റ് ഔട്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എൽ ഷേപ്പിൽ ചരടടിച്ച് കൊടുത്തു, കുറ്റിയടിച്ചു, കല്ലിടാനുള്ള സാധനം കാണിച്ച് കല്ല് വിട്ട് കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത് സെറ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ഈ സെറ്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചരടിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമ്പോൾ, വേരിയേഷൻ വരുന്നതാണ്. അപ്പം ചിലപ്പോൾ കണക്കറിയാൻ വയ്യാതെ പേപ്പർ നോക്കുമ്പോൾ കണക്ക് അറിയാൻ വയ്യാതെ വരുന്ന, ഇല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ച് താക്കുമ്പോഴത്തേക്ക് ശകലം തടസ്സങ്ങൾ വരുമ്പോൾ കുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതാവാം. ഉറപ്പായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഈ കണക്കിന് വേരിയേഷൻ വരും. കണക്കിന് വേരിയേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ 9.88 എന്നുള്ള നീളം വരുമ്പോഴത്തേക്ക് ഒരു 5 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ കുറഞ്ഞാൽ മതി. അപ്പൊ ആ 4 ഭാഗത്തെ അത് ബാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഈയിടെ ചിങ്ങോലിയില് ഒരു തിരുമേനിയുണ്ട്, ചിങ്ങോലിയിൽ അമ്പലത്തിലെ തിരുമേനി. അപ്പൊ തിരുമേനിയുടെ കുഞ്ഞമ്മയുടെ വീട് ഇതുപോലെ ചെയ്തപ്പോൾ എൻ്റെ രണ്ടാമത് വീട് പണിയെല്ലാം കഴിഞ്ഞു. അത് ഗൃഹപ്രവേശനത്തിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന് നമുക്ക് ചെക്ക് ചെയ്യണം, മേശരിമാർ ചെയ്തതല്ലേ, നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയാം. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 21 സെൻറ്റിമീറ്ററിൻ്റെ കൂടുതൽ കണ്ടു. 49 കോലിൻ്റെ കണക്കിൽ നിന്നും 21 സെൻറ്റിമീറ്റർ കൂടി കണ്ടപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ദോഷമാണോ? പിന്നെ അത് അളവിൽ നിന്ന് മാറിപ്പോയില്ലേ. നമ്മൾ ഗ്രന്ഥത്തിൽ പെടുന്ന കണക്കുകൾ എന്ന് പറഞ്ഞ് ഇന്ന കോൽ കണക്കാണെങ്കിൽ അതിന് കൂടിയാലും കുറഞ്ഞാലും മൃത്യോഗം ഭവിക്കും. മൃത്യോഗം എന്നാണ് അതിന് പറയുന്നത്. കണക്കിൽ പെടാതെ കിടക്കുന്ന കണക്കുകളെ മൃത്യോഗത്തിൽപ്പെടുക എന്നാണ് പറയുന്നത്. അവൻ മൃത്യോഗത്തിലായി കഴിഞ്ഞാൽ കണക്കിൽ പെടാതെ കിടക്കില്ലേ. അപ്പോൾ 21 സെൻറ്റിമീറ്റർ വലുതായി പോകുമ്പോൾ നമ്മൾ അടുത്ത കണക്കിലേക്ക്, പിന്നെ ആ വടക്ക് ദർശനത്തിൽ പിന്നെ അടുത്ത കണക്കുള്ളതെന്ന് പറഞ്ഞാൽ 57 കോൽ എന്ന് പറയുന്ന കണക്കാണ്. ആ 49 കോലിൽ നിന്നും എത്ര വേണം 57 കോലിലേക്ക് എത്തിക്കാൻ, അത്രയും നമ്മൾ വീതി കൂട്ടിയിട്ട് ഒരു ഏരിയ പോലെ കണക്കാക്കി, ഒരു പോർച്ച് പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. അല്ല, വേറെ ഇപ്പൊ ഇത്ര വളരെ കൃത്യമായിട്ടൊന്നും പണിയാൻ നമ്മൾ അമ്പലമൊന്നും അല്ല പണിയുന്നതാണ്. അത് ശരി, അങ്ങനല്ല. നമ്മള് ക്ഷേത്രത്തില് ഒരു ദേവൻ ഇരിക്കുന്നു. ആ ക്ഷേത്രത്തിലെ ദേവന് പോസിറ്റീവ് എനർജി കിട്ടണമെന്നിരിക്കും. ആ ക്ഷേത്രത്തിന്റെ കണക്കുകളും കാര്യങ്ങളും സ്ഥാനങ്ങളും എല്ലാം ഉത്തമമായിരുന്നാൽ ആ ക്ഷേത്രത്തിലെ ദേവന് അല്ലെങ്കിൽ ദേവിക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന ജനങ്ങൾക്ക് അത് അഭിവൃദ്ധി ഉണ്ടാക്കുകയും ചെയ്യും. നേരെ മറിച്ച് അതൊരു കണക്കിൽപ്പെടാതെ കിടക്കുന്ന കണക്കിലാണ് ദേവൻ ഇരിക്കുന്നതെങ്കിൽ, ആ കുടുംബക്ഷേത്രമാണെങ്കിലും അല്ലാതാണെങ്കിൽ തന്നെയും ആ പ്രദേശം മുടിയുക, അല്ലെങ്കിൽ അവിടുത്തെ ആ കുടുംബാംഗങ്ങൾക്ക് യാതൊരു സ്വസ്ഥയില്ലാത്തൊരവസ്ഥയും വന്നു ചേരും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക, അങ്ങനെയുള്ള അവസ്ഥയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥാനത്തല്ല കിടക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാക്കത്തുമില്ല, ആ കുടുംബാംഗങ്ങൾക്കും ഐശ്വര്യം ഇല്ലാതായിത്തീരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ക്ഷേത്രം കൃത്യമായ സ്ഥാനത്ത് കൃത്യമായ അളവിലും കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക്, ആ കുടുംബത്തുള്ള അംഗങ്ങൾക്കും അതേപോലെ അഭിവൃദ്ധി ഉണ്ടാകില്ല. യാതൊരു അതേപോലെ തന്നെയാണോ വീടും? അതുപോലെ തന്നെയാണ്. എങ്ങനെയാണ് ക്ഷേത്രം നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കണക്കിലെടുത്ത് നമ്മൾ ക്ഷേത്രം കാണുന്ന പോലെ തന്നെ വേണം ഗൃഹത്തെയും കാണേണ്ടത്. ആ ഗൃഹം നല്ല, നേരത്തെ ആ ദേവന്റെ കാര്യം പറഞ്ഞ കണക്ക്, ഈ ഗൃഹം നല്ലപോലെ ഉത്തമമായ കണക്കിലും സ്ഥാനത്തും ആണെങ്കിൽ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അതേപോലെ എനർജി, അതേപോലെ പോസിറ്റീവ് എനർജി, അതേപോലെ അഭിവൃദ്ധി ഉണ്ടാവും.
യാതൊരു സംശയമില്ല. അതാണ് അതാണ് വാസ്തുശാസ്ത്രപരമായിട്ടുള്ള ജ്യോതിഷത്തിലും അങ്ങനെ പറയുന്നുണ്ട്. കൃത്യമായ ശാസ്ത്രം, കൃത്യമായ ആരോഗ്യമുള്ളൊരു ശരീരം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആരോഗ്യമുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവയവങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആപത്തുണ്ടാവുമോ? ആരോഗ്യം ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ തന്നെ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അതിനകത്ത് അംഗവൈകല്യം ഇല്ല, അതേപോലുള്ള അഭിവൃദ്ധി കുറവില്ല, കണക്ക് തെറ്റം ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് അതേപോലുള്ള ദോഷങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അല്ല, ഈ